ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് കുറച്ച് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം പോയി ഒരു കേക്ക് വാങ്ങി, പിന്നെ പായസം വെക്കാൻ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പായസം വെച്ചു. അപ്പോൾ ഞാൻ ജാനിയുടെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല ഞാൻ കേക്ക് വാങ്ങിക്കുന്ന കാര്യം. ഞാൻ കേക്ക് എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ജാനി കാണുന്നത്. ചാച്ച അതാ അമ്മ കേക്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് അവൾ ഓടി അണ്ണൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അങ്ങനെ ഞാൻ അതിന് മുമ്പിട്ടേ തന്നെ എൻ്റെ അനിയനോടും അമ്മയോടും അനിയത്തിയോടും ഒക്കെ കേക്ക് ഞാൻ വാങ്ങിക്കുന്നുണ്ട്, അണ്ണനെ അറിഞ്ഞിട്ടില്ല, അപ്പം നിങ്ങൾ വരണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ വീട്ടിൽ നേരത്തെ വന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് അണ്ണൻ കയറി വന്ന് അങ്ങനെ ജാനിയും അണ്ണനും കൂടെയാണ് കേക്ക് കട്ട് ചെയ്തത്. അപ്പോൾ അണ്ണൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു, അതിൻ്റെ ഒരു ആകാംക്ഷയിലിരിക്കുമായിരുന്നു. അങ്ങനെ ജാനിയും അണ്ണനും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഞാൻ അണ്ണനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചായിരുന്നു, അതും അണ്ണൻ അറിഞ്ഞിട്ടില്ല. അണ്ണന് ഗിഫ്റ്റ് വാങ്ങിക്കുന്ന അത് കൂടാതെ ജാനിക്കും കൂടെ ഞാനൊരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിച്ചായിരുന്നു. അത് എന്താണെന്ന് നമുക്ക് അവസാനം കാണാം. അപ്പോൾ അണ്ണൻ കേക്കിനകത്ത് നോക്കിയിരിക്കുക. ബ്ലൂബെറി കേക്കായിരുന്നു വാങ്ങിച്ചത്. നമ്മുടെ അമ്പലമുക്കുള്ള അർസു എന്നാണ് കേക്ക് വാങ്ങിച്ചത്. നല്ല അടിപൊളി കേക്കായിരുന്നു, എല്ലാവർക്കും നല്ലപോലെ കേക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു. ജാനിക്ക് ഒത്തിരി സന്തോഷമായി. ജാനി കിടന്നങ്ങ് തുള്ളിച്ചാടുമായിരുന്നു, ചാച്ചാ കേക്ക് വാങ്ങിച്ചെന്ന്. അപ്പോഴും ഗിഫ്റ്റ് വാങ്ങിച്ച കാര്യം ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല. ഇനി ഞാൻ പോയി ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോഴാണ് ഇവർ ഗിഫ്റ്റ് വാങ്ങിച്ച കാര്യമൊക്കെ അറിഞ്ഞത്. അങ്ങനെ എൻ്റെ അമ്മയ്ക്കും ആങ്ങളയ്ക്കും അനിയത്തിക്കും ഒക്കെ അറിയാമായിരുന്നു ഞാൻ വാങ്ങിച്ചു വെച്ച കാര്യം. ഇവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. ജാനിയോട് നേരത്തെ പറഞ്ഞാൽ ജാനി നേരത്തെ ചെന്ന് ചാച്ചനെ അറിയിക്കും. അതുകൊണ്ട് ഞാൻ ജാനിയോടും പറഞ്ഞില്ല. അങ്ങനെ ജാനി അതിനകത്തുള്ള ചോക്ലേറ്റൊക്കെ എടുത്ത് തിന്ന് ഇങ്ങനെ നടക്കുമായിരുന്നു. ഞാൻ അങ്ങനെ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്ത് ആ പെട്ടി കണ്ടപ്പോഴേ അണ്ണൻ ഗിഫ്റ്റ് എന്താണെന്ന് അപ്പോഴേ പറഞ്ഞു, ഇത് ഇന്നതാണ് ഗിഫ്റ്റെന്ന്. ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ ഗിഫ്റ്റിൻ്റെ പൊതി കാണുമ്പോഴേ എന്താണെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. അങ്ങനെ ഞാൻ ജാനിക്കും ഗിഫ്റ്റ് കൊടുത്തു. ജാനി അങ്ങനെ അത് ഭയങ്കര സന്തോഷത്തോടെ അത് വാങ്ങിച്ചു കൊണ്ടുപോയി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്ത് എൻ്റെ അമ്മയ്ക്കും ആങ്ങളയ്ക്കും അനിയത്തിക്കും ഒക്കെ കൊണ്ട് കൊടുത്തു. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അങ്ങനെ ഇതാണ് എൻ്റെ അമ്മ കഴിച്ചു. പിന്നെ എൻ്റെ അനിയത്തി, ഇതാണ് എൻ്റെ അനിയത്തി, അവൾക്ക് കൊടുത്തു. പിന്നെ എൻ്റെ ആങ്ങളയ്ക്ക് കൊടുത്തു. അങ്ങനെ അവൻ അണ്ണൻ്റെ മുഖത്തൊക്കെ കേക്കൊക്കെ വച്ച് തേച്ച് നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ പായസം കുടിച്ചതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതാണ് എൻ്റെ അനിയൻ. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാവരും കറങ്ങി നടക്കുക. വേറെ ആരെയും വിളിച്ചില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഇത് കപ്പ് കേക്കാണ്, നല്ല കപ്പ് കേക്കായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഇനി ഗിഫ്റ്റ് പൊതി നമുക്ക് നോക്കാം. അണ്ണൻ്റെ മുഖത്ത് മൊത്തം അവൻ വച്ച് തേച്ച്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആഘോഷം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെയല്ലേ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. അങ്ങനെ അണ്ണൻ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കാൻ പോവുകയാണ്. വലിയ കാര്യത്തിൽ പൊട്ടിക്കുക. അണ്ണ ഇത് പറഞ്ഞുകൊണ്ടാണ് പൊട്ടിക്കുന്നത്. ഇതിലെന്താണെന്ന് എനിക്കറിയാം, ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് പൊട്ടിക്കുവാണ്. വേറെ ഒന്നുമല്ല, ഒരു ചെരുപ്പാണ് ഞാൻ വാങ്ങിച്ചത്, ഒരു ഷൂ. പക്ഷേ അണ്ണനത് വലുതായിരുന്നു. പിന്നെ ഞങ്ങൾ പിറ്റേന്ന് കൊണ്ടുപോയി അത് മാറി ആ സെയിം തന്നെ അതിൻ്റെ ചെറുത് വാങ്ങി. നല്ലൊരു ചെരുപ്പാണ്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ലോഫറെന്നോ മറ്റോ ആണ് ഇതിന് പറയുന്ന പേര്. അപ്പോൾ ഇതാണ് ആ ചെരുപ്പ്. അണ്ണൻ പറയുക, ഇത് വലുതാ, എനിക്ക് വരുവല്ലാന്ന്. പിന്നെ ഞങ്ങൾ പിറ്റേന്ന് ഇത് കൊണ്ടുപോയി മാറി. ഇതാണ് ചെരുപ്പ്.
പിന്നെ ജാനിക്ക് ഞാനൊരു ബോക്സാണ് വാങ്ങിച്ചത്. ബോക്സ് എന്ന് പറയുന്നത് സാധാ ബോക്സ് അല്ല, നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ബോക്സല്ലേ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മുടെ പണ്ടത്തെ തകരം ബോക്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ബോക്സാണ്. ഇത് തകരമാണ്, പെട്ടെന്ന് പന്നലായി പോകത്തില്ല. അപ്പം ഇത്രയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കേ.